ഓർഡിനറിക്ക് ഫാസ്റ്റ് പാസഞ്ചർ ബോർഡ് വെച്ച് വരുമാനം കൂട്ടാനുള്ള തരികിടയുമായി KSRTC രംഗത്തിറങ്ങി. തിരുവനന്തപുരം ജില്ലയിൽ സിറ്റി ഫാസ്റ്റ് ബോർഡ് വെച്ച് തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിള വരെ ഇത്തരം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ നിലവിലെ ഓർഡിനറി ബസ്സുകളാണ് ഫാസ്റ്റ് പാസഞ്ചറായി ഓടുന്നത്. ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഈടാക്കാനുള്ള ഒരു കുറുക്ക് വഴിയാണ്. ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് നടത്താൻ ആവശ്യത്തിന് ബസ്സില്ലിപ്പോൾ. അപ്പോൾ ഓർഡിനറി ബസ്സുകളെ തന്നെ ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളായി മാറ്റുന്നു. ഓർഡിനറിയുടെ ടിക്കറ്റ് നിരക്ക് 10 രൂപയും 12 രൂപയും 15 രൂപയൊക്കെയാണ്. സിറ്റി ഫാസ്റ്റിൽ അത് 12, 15, 18 രൂപ ഈടാക്കാം. നേരത്തെ ചില ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് ഓർഡിനറിയെ ഫാസ്റ്റാക്കി വരുമാനം കൂട്ടിയിരുന്നു. വകുപ്പ് മന്ത്രിയായി ഗണേഷ് കുമാർ വന്നതോടെ ഈ ഉഡായിപ്പ് വ്യാപകമായി നടക്കുകയാണ്. 2023 തിരുവനന്തപുരം ജില്ലയിൽ 1936 ഓർഡിനറി ബസ് സർവീസുകളുണ്ടായിരുന്നു. 2024 ജനുവരിയിൽ അത് 1836 കുറഞ്ഞു. ഇപ്പോൾ ദിനംപ്രതി 1000 ബസ്സുകൾ പോലും ഓർഡിനറിയായി ഓടുന്നില്ല. മറ്റ് ജില്ലകളിലും ഇതുതന്നെയാണ് അവസ്ഥ. നഗരത്തിൽ 10 രൂപയ്ക്ക് സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് ബസ്സുകളുടെ നിരക്കുകൾ നേരത്തെ വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ അവയിൽ മിക്ക ബസ്സുകളും സിറ്റി ഫാസ്റ്റാക്കി. 10 രൂപയ്ക്ക് യാത്ര ചെയ്തിരുന്ന സ്ഥാനത്ത് 15ഉം 18ഉം രൂപ നൽകേണ്ടി വരുന്നു. സർവീസുകളുടെ എണ്ണം കുറയുമ്പോൾ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നവരുടെ എണ്ണവും കൂടും. കിട്ടുന്ന ബസ്സിൽ തിക്കി തിരക്കി യാത്ര ചെയ്യാൻ നിർബന്ധിതരാകും. അപ്പോൾ കളക്ഷൻ കൂടും. ഓർഡിനറി ബോർഡ് മാറ്റി ഫാസ്റ്റാക്കുമ്പോൾ വീണ്ടും വരുമാനം കൂടും. വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണ് രസകരം. KSRTC സർവീസ് പുനഃക്രമീകരണം നടത്തുകയാണ്. ഇതിലൂടെ ഇപ്പോൾ പത്തനാപുരം ഡിപ്പോയിൽ 103% ലാഭവർധനയുണ്ടായി. സംസ്ഥാനത്താകെ അത് നടപ്പാക്കും. പ്രതിമാസം 73 കോടി രൂപ നഷ്ടമാണ്. ഈ നില തുടരാനാവില്ല എന്നുമാണ് ഗണേഷ് കുമാറിൻ്റെ ഭാഷ്യം. എന്ത് ധാർഷ്ട്യത്തോടെയാണ് ഒരു മന്ത്രി ഇങ്ങനെ പറയുന്നത്? ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ? ഒരു മന്ത്രി ഇങ്ങനെ വെല്ലുവിളിച്ചാൽ മറ്റുള്ളവരെന്തായിരിക്കും?